ഹലോ. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു യൂട്യൂബേഴ്സ് തന്നെയാണ് പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ. അതിനൊട്ടുമിക്ക പേർക്കും അറിയാം. 4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബേഴ്സാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു മാസമായിട്ട് ഇടുന്ന എല്ലാ വീഡിയോസും ട്രെൻഡിങ് ആണ്. ഇപ്പോൾ എന്താണ് അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഫാമിലി ഇഷ്യൂസ്. അവരുടെ ഇപ്പോൾ അമ്മ അച്ഛൻ അനിയനായിട്ട് പ്രവീണിന് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് അവർ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് അവർ അത് ഇടാൻ കാരണം അവർ പറയുന്നുണ്ട് മൃദുലൻ്റെ ഡെലിവറി ടൈമിൽ കൂടുതലും ഇവരുടെ രണ്ടുപേരുടെ വീഡിയോസ് മാത്രമേ കാണാറുള്ളായിരുന്നു. അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കമൻറ്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, കൊച്ചു എവിടെ, അമ്മ എവിടെ, അച്ഛൻ എവിടെ, അവനെയൊക്കെ മിസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയാണ് കൂടുതലും സബ്സ്ക്രൈബേഴ്സൊക്കെ അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ഇവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നത്. ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ചെറിയൊരു പിണക്കത്തിലാണെന്നുള്ളൊരു രീതിയിൽ പ്രവീൺ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ഏത് അഡ്രസ്സ് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അഡ്രസ്സ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നും കൂടെ പ്രവീൺ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വീട്ടിലോട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ വേറൊരു വാടക വീട് നോക്കുന്നുണ്ട് എന്നുള്ളൊരു രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ ശേഷം അത് പിറ്റേ ദിവസമാണ് തോന്നുന്നു അനിയനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അമ്മ, അച്ഛൻ, പ്രണവ് ഇവർ 3 പേരും കൂടെ ഒരുപാട് കരഞ്ഞിട്ടും കാര്യങ്ങളായിട്ടും അവനെ ഞങ്ങൾ ഇറക്കി വിട്ടിട്ടില്ല, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, അല്ലെങ്കിൽ അവനിവിടെ വന്നിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊന്നും പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൊച്ചു അതുപോലെ തന്നെ പ്രണവ് പറയുന്നുണ്ട് അവൻ എൻ്റെ ഏട്ടനാണ്, ഞാൻ അവൻ്റെ അനിയനാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ പറയുന്നുണ്ട് ഇത് അവൻ്റെയും കൂടെ വീടാണ്. അവ ഒരിക്കലും എൻ്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവൻ്റെ അനിയനാണ് ഞാൻ, എൻ്റെ ചേട്ടനാവൻ. അതൊരിക്കലും മാറത്തില്ല, അതങ്ങനെ ആയിരിക്കും. പിന്നെ പോണോന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത്, നീ കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുതെന്ന് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല. അത് അവന്റെ വീടാണിത്, ഇത് ഇവന്റെ വീടല്ലേ. ഇവൻ ഇവിടെ ഒന്ന് താമസിക്കുന്നതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട്? ഈ വീടിന്റെ ആവശ്യം എന്താ? അതിന്റെ ബാക്കി ഞങ്ങൾ മക്കളുടെ സന്തോഷം, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത്. ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരെ. ആരോടെങ്കിലും ഒരു വാക്ക് വേണ്ടാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ ഇരുന്ന് പറയുന്നവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതില്. പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടമാണ്, അവർക്ക് വാടകയ്ക്ക് പോണം, അവർക്ക് റെന്റ് ഹൗസിൽ പോണം എന്നുണ്ടെങ്കിൽ അവർക്ക് പൊക്കൂടെ. എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോണം? അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇപ്പോൾ അതിൽ തന്നെ അവർ പറയുന്നുണ്ട് അവന് ഭാര്യനെയും കൂട്ടി വേറെ വീട്ടിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം, അതുകൊണ്ടാണ് അവൻ പോയത് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പം കൂടുതലും അപ്പോൾ ഇവരിനെ സപ്പോർട്ട് ചെയ്തിട്ടും പ്രവീണിനെ കുറ്റക്കാരനാക്കിയിട്ടും വീണ്ടും കുറേ കമൻറ്റ്സ് അവരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും പ്രവീൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചുവിനെ, അതായത് പ്രണവിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നലെ ഇട്ടിരുന്ന അൺമാസ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് പ്രവീണും മൃദുലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അവർ തെളിവ് സഹിതം കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവർക്ക് ആ വീട്ടിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അവർ തെളിവ് സഹിതം കാണിക്കുന്നുണ്ട്. എന്തിനു വിളിക്കണം അവള്? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പുള്ള നല്ല പുള്ളിയൊന്നും അല്ല. അവളെ അടിച്ചെന്നാ, അവൻ ചീത്ത വിളിച്ചാണുമായിരിക്കും. അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയാസം അവളോട് കയറി. ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റില്ല, നീയും കയറണ്ട. നീ എവിടെയാ? അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത്. ഒന്ന് നോക്കിയാൽ അവർ ആ തെളിവ് സഹിതം കാണിച്ചത് നന്നായി. കാരണം നമ്മൾക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരുടെ ഭാഗത്താ തെറ്റ്, അല്ലെങ്കിൽ ആരാ തെറ്റ് ചെയ്തത് എന്നുള്ളതിലൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കാരണം ആ ഒരു വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്രവീൺ മൃദുലനെ തന്നെ ആയിരിക്കും. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്തു തന്നെ പ്രശ്നം, എന്തോ ഇവർ തമ്മിൽ ചാനലിൻ്റെയോ ക്യാഷിൻ്റെയോ എന്തോ പ്രശ്നമാണ്. അതുപോലെ തന്നെ പ്രവീണ പറയുന്നുണ്ട് ചെറിയ മകനെ എന്താണ് ഒരുപാട് സ്നേഹിച്ചു, എനിക്കങ്ങനെ സ്നേഹം തന്നിട്ടില്ല, അവനെയാണ് കെയർ ചെയ്യണത്, കാര്യങ്ങളും അങ്ങനെ ഒരുപാട് പറയുന്നത്. രണ്ടുപേരെയും 2 തരത്തിലാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ പ്രവീൺ കുറേ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വീഡിയോ ഇട്ടതിൽ ഏറ്റവും വിഷമം തോന്നിയ കാര്യം, അതായത് ഇവർ തമ്മിൽ എന്തോ ഒരു വഴക്കായ സമയത്ത്
അച്ഛൻ പ്രവീണെ തല്ലുന്നു, അതുപോലെ തന്നെ അത് കണ്ടുകൊണ്ട് വരുന്ന പ്രണവും പ്രവീണെ തല്ലുന്നു. അങ്ങനെ അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അച്ഛനും കൊച്ചും, അതായത് പ്രണവും അമ്മയും ഒരു ടീമും, അതുപോലെ തന്നെ പ്രവീണും മൃദുലയും ഒരു സൈഡ്, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ വലിയൊരു വഴക്കുണ്ടായി, അടിയായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം ഭർത്താവിനെ തല്ലുന്നത് കാണുന്ന മൃദുല അത് തടയാൻ പോകുമ്പോൾ അവൾക്കും അടി കിട്ടും, അവളെയും കുറേ ചീത്ത പറയും കാര്യങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ തറയിൽ വീണു എന്നുള്ളത് കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിനു മുമ്പും ഇതുപോലെ വഴക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രണവ് കുടിച്ചിട്ട് വന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അവർ എത്ര കാലം വീഡിയോ ഇട്ടതും, അതുപോലെ തന്നെ മൃദുല തന്നെ പറയുന്നുണ്ട് കൊച്ചു വീഡിയോ എടുക്കാൻ വരാറില്ല, ഉച്ചയ്ക്കൊക്കെ എണിച്ച് കുറേ തവണ വിളിച്ചാലാണ് വരാറ്. അതുപോലെ തന്നെ അമ്മയും അച്ഛനും 7ാം മാസത്തിൽ പോണ ഒരു വീഡിയോയിൽ കാര്യമൊക്കെ ചെയ്തില്ല, അവർ അത് അഭിനയിച്ചതാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എല്ലാം വെറും അഭിനയമാണ്. കാരണം നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ കാണുമ്പോൾ എന്തൊരു ഹാപ്പിയാണ് ഏട്ടൻ, അനിയൻ, അതുപോലെ തന്നെ ഏടത്തിയമ്മ, അമ്മ, അച്ഛൻ, നല്ല വൈബായിട്ടുള്ള ഫാമിലിയാണ്, നല്ല ഹാപ്പിയാണ്, അവരെപ്പോഴും ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണുന്നതൊന്നുമല്ല സത്യം. ഇപ്പോഴാണ് ഓരോ സത്യങ്ങളും. ഫാമിലി വ്ളോഗേഴ്സിൽ പലരും അഭിനയിക്കുകയാണ്, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം സ്ക്രിപ്റ്റ് തയ്യാറാക്കി അഭിനയിക്കുന്ന പോലെയാണ് അവർ വീഡിയോ ഇടുന്നത്. പക്ഷെ നമ്മൾ കാണുന്നതൊന്നുമല്ല സത്യം എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കാരണം മൃദുല തന്നെ പറയുന്നുണ്ട് മുമ്പ് ഇതുപോലെ വഴക്കുണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ കൊച്ചുവിനെയും അവ ഒന്നും ചെയ്യാറില്ല, വീഡിയോ എടുക്കുന്നത് ഏട്ടനാണ്, എഡിറ്റ് ചെയ്യുന്നത് ഏട്ടനാണ് ഒക്കെ. അപ്പോൾ ഈ ഒരു പ്രശ്നം വരുമ്പോഴാണ് എല്ലാ സത്യങ്ങളും പുറത്ത് വരുന്നത്. അപ്പോൾ ഇത്ര കാലം അഭിനയിച്ച് പൈസയ്ക്ക് വേണ്ടി അഭിനയിച്ച് നമ്മളെയൊക്കെ ഒരു പൊട്ടന്മാരാക്കുക, നമ്മളൊക്കെ വിചാരിച്ചത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫാമിലി ആയിരുന്നെങ്കിൽ, നല്ല വൈബുള്ള ഫാമിലി ആണെങ്കിൽ അടിപൊളിയായിരുന്നേനെ, അങ്ങനെയൊക്കെയാണ് നമ്മളും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. പക്ഷെ മൃദുലൻ്റെയും പ്രവീണിൻ്റെയും കാര്യത്തിൽ ഭയങ്കര സങ്കടമുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ഈ കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യരുതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പം ഇത്രയൊക്കെ വഴക്കുണ്ടായാലും ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ അച്ഛനും അമ്മയും മകനുമാണ്. അപ്പോൾ എപ്പോഴായാലും അവർ ചിലപ്പോൾ ഒന്നിച്ചേക്കാം. അപ്പോൾ ഇപ്പോൾ ഇവർ ഒരു ദേഷ്യത്തിന് പുറത്ത്, അല്ലെങ്കിൽ അവർക്കുണ്ടായ പ്രശ്നം കാര്യങ്ങളുടെ പുറത്ത് ഇവരിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു, അതുപോലെ തന്നെ അതിന് എക്സ്പ്ലനേഷനായിട്ട് അവരൊരു വീഡിയോ ചെയ്യുന്നു, അങ്ങനെ ഓരോ വീഡിയോ ചെയ്തു പോകുമ്പോൾ അവരെക്കുറിച്ച് കുറ്റം, അതായത് ഇപ്പോൾ പ്രവീൺ പ്രണവ് ഫാമിലിനെ കുറിച്ച് കുറ്റം പറയുന്നു, അവർ പ്രവീണിനെ കുറിച്ച് തിരിച്ചു കുറ്റം പറയുന്നു, അങ്ങനെയൊക്കെ. നാളെ ചിലപ്പോൾ ഇവർ തമ്മിൽ ഒന്നായേക്കാം. പക്ഷേ ഈ ഇവരുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായ ടൈമിൽ 5 മില്യണോളം വ്യൂസ് ഓരോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയും ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇവരുടെ ഒരു പ്രശ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ നാളെ ഒന്നായാലും ഈ പ്രശ്നം നടന്നതോ ഇവർ പറഞ്ഞ കാര്യങ്ങളോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്നും മറക്കാൻ പോകുന്നില്ല. ഇവർ മറന്ന നാളെ ഇവർ ഒന്നായേക്കാം. പക്ഷെ ഈ വീഡിയോ കാണുന്നവരൊന്നും ഈ പ്രശ്നം മറക്കില്ല. അപ്പോൾ കൂടുതലും നമ്മുടെ ഫാമിലി ഇഷ്യൂസ് ഇപ്പോൾ ഫാമിലിയിൽ തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയരുതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ 2-3 ഫാമിലീസിൻ്റെ ഇഷ്യൂസൊക്കെ വന്ന് അവർ പറഞ്ഞ് അങ്ങനെ വീഡിയോസൊക്കെ ഇട്ടു, ലാസ്റ്റ് അവർ ഒന്നാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രവീൺ ആദ്യം വന്ന് പറഞ്ഞു ചെയ്യാനുള്ള സാഹചര്യം, അവർക്ക് ഓരോ സാഹചര്യമാണ്. കാരണം ഇപ്പോൾ എപ്പോഴും അച്ഛൻ, അമ്മ, കൊച്ചു, അതുപോലെ തന്നെ മൃദുല എല്ലാവരുടെയും വീഡിയോ ഇട്ടിട്ട് പെട്ടെന്ന് ഇവർ 2 പേരുടെ വീഡിയോ മാത്രമാവുന്നു. അതുപോലെ തന്നെ പ്രണവ് വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അപ്പം സ്വാഭാവികമായും ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യാം അമ്മയുടെ കൊച്ചോടെ. അപ്പോൾ പ്രവീണിന് ഫാമിലി ഇഷ്യൂ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലാണ്ട് അഡ്രസ്സ് ഇല്ലാതായി അല്ലെങ്കിൽ ആ ഇഷ്യൂസ് ഒന്നും പുറത്ത് പറയരുതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ കമൻറ്റ് വന്ന് ഇടാം, അതിന് എല്ലാത്തിനും നമ്മൾക്ക് മറുപടി കൊടുക്കണം എന്നില്ല. അപ്പം ആ ഒരു രീതിയിൽ വിട്ടാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ.